ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മിവേദ ആൻഡ് യു ആർ വാച്ചിങ് വേദ ആസ് വെൽ. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വ്ളോഗാണ്. ഞാനും അമ്മയും വലിയമ്മയും കൂടിയിട്ട് മിനിസോയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിനിസോത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദിസ് വീഡിയോ. മിനിസോ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അവിടുത്തെ ആ ഒരു നല്ല ക്യൂട്ടും എസ്തറ്റിക്കുമായിട്ടുള്ള ആംബിയൻസ് തന്നെയാണ്. അവിടുത്തെ തിങ്സും നല്ല ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള നല്ല തിങ്സ് ആണ് ഉള്ളത്. എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ സ്റ്റേഷനറി സെക്ഷനും പിന്നെ സോഫ്റ്റ് ടോയ് സെക്ഷനുമാണ് അവിടുത്തെ. എനിക്ക് ഈ ഒരു റൊട്ടേറ്റബിൾ പെൻ ഹോൾഡർ വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിനിസോൻ്റെ റൂഫിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പോസ്റ്റേഴ്സ് ഉണ്ട്. അതിലത്തെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ കിറ്റിയുടെ ഒരു പോസ്റ്ററാണ്. അതുകൊണ്ടാണ് ഞാൻ സൂം ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നല്ല ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടുള്ള സ്ലിപ്പേഴ്സും ഉണ്ടായിരുന്നു. സ്ലിപ്പേഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മേക്കപ്പ് സ്പോഞ്ചസും ഉണ്ടായിരുന്നു കേട്ടോ. മേക്കപ്പ് സ്പോഞ്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാൻ ഇതുവരെയ്ക്കും കാണാത്ത ടൈപ്പ് ഓഫ് അടിപൊളി നെയിൽ കട്ടറും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം മിനിസോയിൽ വന്നപ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് സോഫ്റ്റ് ടോയ് സെക്ഷൻ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സ്വിങ് ആക്സസറീസിൻ്റെ ഒരു കിറ്റ്. ആ ഒരു സ്വിങ് ആക്സസറീസിൻ്റെ കിറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇയർബഡ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ സോഫ്റ്റ് ടോയ്സിൻ്റെ സെക്ഷനിൽ വന്നു. അവിടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കുറോമയുടെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ടോയ് ആണ്. കുറോമയുടെ സോഫ്റ്റ് ടോയ് ഇവിടെയൊന്നും അടുത്ത് കാണാറില്ല. പിന്നെ ഇങ്ങനത്തെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഓൺലി മിനിസോയിൽ ഞാൻ ഇതുവരെയ്ക്ക് കണ്ടിട്ടുള്ളൂ കേട്ടോ. എന്തോ മിനിസോയിൽ സ്പെഷ്യലായിട്ടാണെന്ന് തോന്നി ഈ ഒരു സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉള്ളത്. സോഫ്റ്റ് ടോയ്സിൻ്റെ ഒരു സെക്ഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് മേക്കപ്പ് ബാഗ്സ് ഉണ്ട്, നോർമൽ ബാഗ്സ് ഒക്കെ ഉണ്ട്, പിന്നെ നമ്മൾ ക്യാരി ബാഗ്സും ഉണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സോഫ്റ്റ് ടോയ്സിൻ്റെ സെക്ഷൻ, എൻ്റെ ഫേവറേറ്റ് സെക്ഷനും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ക്വിഷി സോഫ്റ്റ് ടോയ് ആണിത്. ഇതാണ് നമ്മുടെ സോഫ്റ്റി ആനിമൽ പോ. അതിൻ്റെ സൈഡിലായിട്ട് ആ ഡ്യൂലിംഗോ പക്ഷിയില്ലേ, അതുപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഡൈനോസറും ഉണ്ടായിരുന്നു. സോഫ്റ്റ് ടോയ്സും ടോയ്സിൻ്റെയും ആ ഒരു ഇടയിലായിട്ട് അടിപൊളിയായിട്ട് ഒരു തിങ് വെച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് പാനവെള്ളം. പാനവെള്ളം നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു വാട്ടർ തന്നെയാണ്. പാനയിൽ വെക്കുന്ന വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എനർജി കിട്ടും. പിന്നെ അവർ നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് അത് ചെയ്യുന്നതും. പാനയിൽ വെള്ളം ആൾക്കാർ കുടിച്ചു കഴിഞ്ഞാൽ ആ സാധനമൊക്കെ എടുത്ത് നന്ന വാഷ് ചെയ്ത് ഒരു ഗ്ലാസ്സൊക്കെ എടുത്തില്ല വാഷ് ചെയ്യും, പിന്നെ കൊണ്ടുവയ്ക്കും, പിന്നെ എടുക്കും, പിന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മൈ മെലഡി. ഈ ഒരു മൈ മെലഡി സോഫ്റ്റ് ടോയിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ജെറി സോഫ്റ്റ് ടോയ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല. അതെൻ്റെ ഏറ്റവും ഫേവററ്റാണ്, കാരണം അതെൻ്റെ കുഞ്ഞനീത്തിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇതും എൻ്റെ കുഞ്ഞനീത്തി നോക്കുന്ന പോലെയൊന്നും ഉണ്ടായിരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ആൾ. ഇതിനെയാണ് ഞാനിപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് ഞാൻ പറയുന്നത്, ഇതിൽ തന്നെ. പിന്നെ ഈ ഒരു മുകളിലിരിക്കുന്ന ഈ ഒരു സോഫ്റ്റ് ടോയ് ഉണ്ടല്ലോ, ഞാനാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാൻ പോകുന്നതാണ്. ഞാൻ കുറച്ച് സേവ് ചെയ്ത് വെച്ച മണിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കും. പിന്നെ ആ താഴെ ഉണ്ടായിരുന്ന ആ ഒരു ബോബാട്ടിയുടെ ഒരു സോഫ്റ്റ് ടോയ്, സ്ക്വിഷി സോഫ്റ്റ് ടോയ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ്. എനിക്കത് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. യൂസ് ഇല്ലെങ്കിലും അതെന്താണെന്നറിയില്ല, അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സോഫ്റ്റ് ടോയ്സ് ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ്. പക്ഷേ ഇത് എനിക്ക് എന്തോ സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ട പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാധനം തന്നെയായിരുന്നു കേട്ടോ ഇത്. അവിടെ വന്നിട്ട് ലെമൺ ബോബ, പിന്നെ ഓറഞ്ച് ബോബ, പിന്നെ മാംഗോ ബോബ, ഇത്ര 3 ടൈപ്സ് ഓഫ് ടീൻ്റെ ഒരു അടിപൊളി സ്ക്വിഷി സോഫ്റ്റ് ടോയ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് എന്തോ ഒരു ക്യാരക്ടറാണ്, എനിക്കിത് അറിയില്ല കേട്ടോ. അതിന് മുകളിലായിട്ടൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡക്സ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മഷ്റൂമിൻ്റെ ഫുൾ നെയിം എന്താ ഞാൻ നോക്കുകയാണ്. അതിൻ്റെ ഒരു പേരെന്ന് പറയുമ്പോൾ സ്ക്വിഷി ബുഷി മഷ്റൂം ടോയ് എന്നാണ്, സോഫ്റ്റ് ടോയ് എന്നാണ്.
പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചുമ്മാ ഷോനൊക്കെ ഇട്ടിട്ട് പോകുന്ന ടൈപ്സ് ഓഫ് ബാഗാണ്. അല്ലാതെ ബാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമുക്ക് ചുമ്മാ ഇങ്ങനെ ബാക്കിൽ ഇട്ടിട്ട് പോകും. അല്ല ഇത് ബാക്ക് പാക്കൊന്നും ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും വെക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അമ്മ പറഞ്ഞു പിങ്ക് കളർ ഇട്ട് നോക്കുക, നല്ല ഭംഗി ഉണ്ടാവുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ പിങ്ക് കളർ എടുത്തിട്ടു. കാരണം എൻ്റെ ഒരു ഡ്രസ്സിന് കുറച്ച് നല്ല മാച്ചിങ് ആയിരുന്നു കേട്ടോ പിങ്ക് കളർ. അപ്പം ഞാനിതിട്ട് എടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. പിങ്ക് കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇതുപോലത്തെ കുറച്ച് അടിപൊളി ആയിട്ടുള്ള പേഴ്സാണ്. സോ ഇത് വന്നിട്ട് പോക്കറ്റ് ഫ്രണ്ട്ലി പേഴ്സാണ് ഗൈസ്. ഇത് ക്യാരി ചെയ്യാൻ നല്ല ഈസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കറ്റിൽ വെക്കാം, അഥവാ ബാഗിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാം. പിന്നെ നല്ല സ്പേസ്ഫുള്ളായിട്ടും പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സ് തന്നെയാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 150 അഥവാ 200 ആ ഒരു റേഞ്ചിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് റേറ്റ്. പിന്നെ ഇവിടെ കുറോമിയുടെ ഒരു അടിപൊളിയായിട്ടുള്ള ക്യൂട്ടും എസ്തറ്റിക്കും ആയിട്ടുള്ള ആ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ഉള്ള ഈ ഒരു പേഴ്സ് എടുത്തു. ക്യാരി ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള പേഴ്സ് വേണം നിങ്ങൾ എന്തായാലും ഈ ഒരു പേഴ്സ് തന്നെ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുമ്പോൾ നല്ല ഫ്ലോർ മാറ്റാണ്. സത്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെ. ഞാൻ ഇങ്ങനെയൊന്നും നോക്കിയില്ല, എൻ്റെ ഒരു സൈഡിൽ പോലും നോക്കില്ല. ഞാനിങ്ങനെ സ്റ്റേഷനറി സെക്ഷൻ അങ്ങനെയായിട്ടായിരിക്കും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയാൽ അമ്മേനെയും കൂട്ടി പോവുക. പക്ഷേ ഇവിടുത്തെ എല്ലാ സാധനം എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കുറച്ചധികം പേർക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് സ്വീയിങ് കിറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട എല്ലാ ടൈപ്സ് ഓഫ് ത്രെഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാ കളറുള്ള ത്രെഡ്സ് ഉണ്ട്. പിന്നെ മുകളിലായിട്ട് അവർ സിസർ കൊടുക്കുന്നുണ്ട്, പിന്നെ നീഡിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വേണമോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ക്യാരി ചെയ്യാനും നല്ല ഈസിയാണ്. അവർ തന്നെ ഒരു ഓർഗനൈസറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ടുള്ള ഒരു ബോക്സുമായി തിങ്സുമായി. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ബോക്സാണ്, അല്ലാതെ ഈ ഒരു ഇയർബഡ്സ് അല്ല കേട്ടോ. ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും എനിക്കിത് എത്ര ഫേവറേറ്റ് ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഈ ഒരു ബോക്സ് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറോമി തീമിൽ, മൈ മെലഡി തീമിൽ, ഈ ഒരു തീമിലും നല്ല അടിപൊളിയായിട്ടുള്ള സാധനം ഉണ്ടായിരുന്നു. സോ എല്ലാം ഈ ഒരു കുറോമി മൈ മെലഡിയിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ മേക്കപ്പ് സ്പോഞ്ചസ് ആണ്, നല്ല സോഫ്റ്റായിട്ടായിരുന്നു ഈ സ്പോഞ്ചസൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു ടേബിൾ ഡസ്റ്റ്ബിനാണ്. ടേബിൾ ഡസ്റ്റ്ബിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ടൈം മിനിസോയിൽ വന്ന ആ ഒരു സമയത്ത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആയിരുന്നു. 200 ആയിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പം നല്ല റേറ്റ് കുറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ 190 റുപ്പീസ് മാത്രമാണ്. ആദ്യം 200 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 190 ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല റേറ്റൊക്കെ കുറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു പ്രാവശ്യം വന്ന് വാങ്ങണം എന്ന്. ഇപ്പം വാങ്ങേണ്ട കാര്യമില്ല, കാരണം എനിക്കിപ്പോൾ ഡസ്റ്റ്ബിൻ്റെ അധികം ആവശ്യമൊന്നുമില്ല. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ടധികം ഗുണമില്ല. സോ ഇതെന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുള്ള ഓർഗനൈസർ തന്നെയാണ് കേട്ടോ. ഇതുപോലെ കുറേയധികം ഓർഗനൈസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന പോലെയൊന്നും ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് വേണ്ടിയുള്ള കുറച്ച് ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് മേക്കപ്പ് തിങ്സ് വെക്കുന്ന കുറച്ച് ബാഗ്സും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ യൂസിന് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ബാഗും ഉണ്ടായിരുന്നു, ഒരു പോളിസ്റ്റർ ക്ലോത്ത് പോലത്തെ ബാഗ്. പിന്നെ ഞാൻ വെച്ച് എന്താ ടോയ് ആണ് നോക്കുമ്പോൾ ഇത് എയർ ഫ്രഷ്നറാണ് കേട്ടോ. ഈ ഒരു സോഫ്റ്റ് ടോയ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു കാലുണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ടിരുന്നു, അതുകൊണ്ട് ഞാൻ തൊട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡക്കിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ സൈഡിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ബനാനയാണോ അഥവാ ഒരു മൂണാണോ എനിക്കറിയില്ല. പിന്നെ തൊട്ട് നോക്കി, പക്ഷേ എങ്കിൽ എന്ത് പറയാനാ, എനിക്ക് അത് എന്തൊന്നും നോക്കാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള കുറേ സാധനം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റായിട്ട് ഞാൻ പോയി. പിന്നെ ഇതൊക്കെ കുറച്ച് ടോയ് തിങ്സ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫിജറ്റ് സ്പിന്നേഴ്സും കുറച്ചെണ്ണമൊക്കെ താഴെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. കൂടുതൽ ബോയ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ തന്നെയാണിത്, കാരണം ഇതൊക്കെ ബോയ്സിൻ്റെ ഒരു ടോയ്സാണ്. ഓർഗനൈസറിൻ്റെ ഒരു ഇടയിൽ ഞാൻ കണ്ട ഒരു ഓർഗനൈസറാണ് ഈ ഒരു കുറോമിയുടെ ഓർഗനൈസർ.
സോ അമ്മ എൻ്റെ അടുത്ത് ക്യാമറയും തന്നിട്ട് കുറോമിൻ്റെ ഓർഗനൈസർ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കുറോമിയുടെ ടൈപ്പ് ഓഫ് ഓർഗനൈസർ, അഥവാ നമ്മൾ ഓരോരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ടൈപ്സൊക്കെ ഓർഗനൈസേഴ്സൊക്കെ ഇങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രോളി, ഒരു മിനിയായിട്ട് കുഞ്ഞിതായിട്ട് ഉള്ളതാണ്. പക്ഷേ ഇതിനധികം യൂസൊന്നും ഇല്ലാത്തത് ഞാൻ അടുത്ത് തന്നെ വെച്ചു. നമ്മളെന്തായാലും ആദ്യം യൂസുള്ളൊരു സാധനം വാങ്ങണം, നമുക്ക് വേണ്ട സാധനം വാങ്ങണം. പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ആവശ്യമുള്ള സാധനം ആദ്യം വാങ്ങണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട സാധനം പറഞ്ഞാൽ ആവശ്യമുള്ള സാധനം തന്നെ. പിന്നെ ആഗ്രഹമുള്ള സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല ചില സമയത്ത്. അപ്പോൾ ആദ്യം ആവശ്യമുള്ള സാധനം വാങ്ങാം, ആഗ്രഹമുള്ള സാധനം ഒരു ആവശ്യമുള്ള സാധനമാണെങ്കിൽ അതും വാങ്ങാം. അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ എൻ്റെ സൈഡ്സിലായിട്ട് അഥവാ സൈഡിലായിട്ട് ഇതുപോലത്തെ കുറച്ച് അടിപൊളിയായിട്ടുള്ള കപ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും കുറച്ച് ഓർഗനൈസേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ടൂത്ത് ബ്രഷ് വരെ എത്ര ക്യൂട്ടും എസ്തറ്റിക്കുമാണെന്ന് നിങ്ങൾ കണ്ടോ. ഇതൊരു സ്പൂൺ ആൻഡ് ഫോർക്ക് സെറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പൂണും ഫോർക്കും ഈ ഒരു ബോക്സ് പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കണം എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് എ ബോക്സ്. ഐ ഡോണ്ട് നോ. നമുക്ക് കുറോമയുടെ തീമിലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹലോ കിറ്റി ഉണ്ടായിരുന്നു, മൈ മെലഡി ഉണ്ടായിരുന്നു. മൈ മെലഡീനെ കണ്ടാൽ ഞാൻ എവിടെയോ കണ്ടിട്ടില്ലേ മൈ മെലഡി വിട്ടേന്ന് പറഞ്ഞിട്ട് മൈ മെലഡീൻ്റെ അടുത്ത് ഓടാനും വിട്ടുപോയി. അപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെഡിമിൽ സോഫ്റ്റായി കണ്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ മൈ മെലഡി സോഫ്റ്റായി. അപ്പോൾ ഇത് മൈ മെലഡി എന്നെയല്ലേ എന്ന് മുൻകൂട്ടി നോക്കി ഒന്നുകൂടി ഇങ്ങോട്ട് തന്നെ വന്നു. ഞാൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഞാൻ നിങ്ങൾ വീഡിയോ എടുക്കുകയാണ്. ഇങ്ങനത്തെ കുറച്ച് കോപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ചില സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടില്ല, ആ സമയത്തേക്കും ഇങ്ങനെയും കൂടുതൽ നിങ്ങൾ കാണേണ്ടി വരിക. ഞാൻ എന്തൊക്കെയൊക്കെയോ പറയണ്ടേ, പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്തേക്കും ഞാൻ എന്താ പറയുന്നത് പോലും എനിക്ക് മനസ്സിലാവില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ ബെഡിൽ നിന്നുള്ള ആ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ പൊക്കുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നമ്മുടെ ടൂത്ത് ബ്രഷ് ഞാൻ ആദ്യമായിട്ട് നല്ല ഒരു വിബ്ജിയോർ തീമിൽ കാണുന്നത്, മീൻസ് നമ്മുടെ റെയിൻബോ തീമിൽ കാണുന്നത്. പിന്നെ ഇതെന്താ സാധനം എനിക്കറിയില്ല, അപ്പം അതുകൊണ്ട് ഞാനത് അവിടെ തിരിച്ച് വെച്ചു. പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അമ്മേനെ കൂട്ടിയിട്ട് സ്റ്റേഷനറി സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അപ്പോഴാണ് ആ ഒരു സ്റ്റേഷനറി സെക്ഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതുപോലത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കണ്ടത്. ഇതെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ പിടിച്ച് വയ്ക്കുന്നൊരു ഫാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫാന്. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്നെ കാണിച്ചു തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൽ അധികം കാറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ തിരിച്ചവിടെ തന്നെ വെച്ചു. പിന്നെ ഇതെന്തോ ഗിഫ്റ്റ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് തുറന്നു നോക്കാൻ നിന്ന സമയത്താണ് അമ്മ പറയുന്നത് ഇതൊരു എയർ ഫ്രഷ്നറാണ്. അപ്പോഴേക്ക് ഞാൻ അവിടെ തിരിച്ചു വെച്ചു. പിന്നെ അവിടെ വന്നിട്ട് ബ്ലൈൻഡ് ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ സാധനം വെച്ചോക്കുമ്പോൾ ഞാൻ സത്യമായിട്ടും എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം അതിൽ എന്താ എഴുതിയിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് ടേപ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ഒരു സ്ക്രാപ്പ് ബുക്കിംഗ് തിങ്ങിലുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു പറയുന്നത്. പിന്നെ കുറോമിയുടെ ഒരു അടിപൊളിയായിട്ടുള്ള നോട്ട് പാഡ് ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കേസ് ഞാൻ പറയുന്നത് നമ്മുടെ ഓരോരോ വാഷിംഗ് ടേപ്സ് ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഈ ഒരു പാൻ ചെയ്ത സ്റ്റിക്കി നോട്ടൊക്കെ കാണാൻ എന്ത് ഭംഗിയാലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ സ്ക്രാച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 50 സെറ്റിൻ്റെ ഒരു സ്ക്രാച്ച് പേപ്പറാണ്. ഇതിനാകെ 150 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. 150 ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് നമ്മുടെ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സ്ക്രാച്ച് ബുക്കാണ്. അതിലാകെ 10 പേജസ് ഉണ്ടാക്കി വരുള്ളൂ. പക്ഷേ ഇതിന് 50 പേജസ് ഉണ്ട്. ഇതിന് 150, പക്ഷേ ഇതിന് 200 റുപ്പീസ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് എന്താ പറയുക, എനിക്ക് അത് ആ ഒരു സാധനം വന്നിട്ട്
സമയത്ത് അധികം എന്തൊരു ലോസ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു സ്ക്രാച്ച് പേപ്പർ എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പ്രോഫിറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ വെച്ചു. പിന്നെ ഞാനിത് ഓരോരോ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോമ്പിൻ്റെ ഒരു സെക്ഷൻ്റെ മുകളിലായിട്ട് മിറർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് വരെ ഈ കോമ്പിന് നോക്കിക്കൊണ്ടിരുന്നു. കോമ്പിൽ ഒരു അടിപൊളിയായിട്ടുള്ള കോമ്പ് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ കാണിച്ചത് ഈ ഗ്ലിറ്റേഴ്സൊക്കെ ഉള്ളൊരു കോമ്പ് തന്നെയാണ്. സോ ഇതെനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ എങ്ങാറ്റം എടുത്ത് വീഴ്ത്തണ്ടെന്ന് പറഞ്ഞ് നോക്കിയും കണ്ടൊക്കെ വെച്ചു. പിന്നെ അമ്മ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോഴാണ് ബോട്ടിൽസൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ അതിനെയും കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ എൻ്റെ ലഞ്ച് ബോക്സും പിന്നെ സ്നാക്ക് വായിൽ വരുന്നില്ല സ്നാക്സ് ബോക്സൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ നമ്മളെ പ്രത്യേകിച്ചൊന്നുമില്ല, എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള സാധനമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഓരോരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് കാണിക്കുന്നത്. പിന്നെ അവിടെ അമ്മ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബാഗൊക്കെ വെച്ച് നോക്കിയിട്ട് രസമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓക്കെ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് കേട്ടോ ഒരു ബാഗ്. പിന്നെ ബാക്കിയൊക്കെ വന്നിട്ട് ഇവിടെ ഫുൾ ലഞ്ച് ബാഗ്സ് ആയിരുന്നു. ലഞ്ച് ബാഗ്സൊക്കെ കാണാനായിട്ട് നല്ല ക്യൂട്ടും എസ്തറ്റിക്കുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടല്ലേ. സോ ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു ലാവെൻഡർ ഷെയ്ഡിലുള്ള ഒരു ലഞ്ച് ബാഗാണ്. എന്താ വാങ്ങാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താ പറയുക ഡസ്റ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ഒരു ചളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡായതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയില്ല. പിന്നെ അതിൽ എൻ്റെ വാട്ടർ ബോട്ടിലും ഒന്നും കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഇത് നമ്മുടെ ഐസ് മാസ്കും പിന്നെ നോസ് സ്ട്രിപ്സും ഒക്കെ ആയിരുന്നു. ഇവിടെ കുറേ സൺഗ്ലാസ് പിന്നെ പെർഫ്യൂംസ് എല്ലാം തന്നെയുണ്ട്. നെയിൽ പോളിഷ് കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ളത്. നല്ല പേസ്റ്റൽ കളേഴ്സിലുണ്ട് ഡാർക്ക് കളേഴ്സിലുണ്ട്. ഡാർക്ക് കളേഴ്സിൽ അവർ ഉള്ളിൽ വെച്ചിരിക്കുന്നത് കുറച്ച് പേസ്റ്റൽ കളേഴ്സിലാണ്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള അംബ്രല്ല. പിന്നെ ചേച്ചിയുടെ അടുത്തും ബൈ പറഞ്ഞു. ഇതാണ് നമ്മുടെ മീഷോൻ്റെ ആ ഒരു ഫുൾ ബോഗ്. അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ആ ചേട്ടൻ ലൈറ്റ് ഇട്ടു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.